നല്ല അയിലക്കറി, അതിൻ്റെ കൂടെ കുറച്ച് പുട്ടും കൂടി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റല്ലേ കയറും. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചായയുടെ കടി ഉണ്ടായിരുന്നത് പുട്ടും അയിലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിതാ പുട്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ അയിലക്കറി കുഴിച്ചിട്ട് അതിൽ അയിലയുടെ പീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയല്ലോ. പുട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ ആവശ്യമായത് എന്തൊക്കെയെന്ന് അറിയണ്ടേ? തണുത്ത ചോറ് വേണം, പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി പുട്ടുപൊടിയല്ല കേട്ടോ. അങ്ങനെ ആ തണുത്ത ചോറ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ആ തണുത്ത ചോറ് എത്ര വേണ്ടതെന്ന് അറിയണ്ടേ? 2 സ്പൂണാണ് ഞാനെടുത്തത്, പിന്നെ അരിപ്പൊടി ആണെങ്കിൽ 4 സ്പൂണും. അങ്ങനെ ആ അരിപ്പൊടിയിലേക്ക് തണുത്ത ചോറ് അരച്ചത് മിക്സ് ചെയ്തിട്ട് അതെന്താ പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലാവശ്യത്തിന് ഉപ്പിട്ടോളുണ്ട് കേട്ടോ, വെള്ളം ചേർക്കരുത് അരിപ്പൊടിയിൽ. അങ്ങനെ മിക്സിയിൽ അത് പിന്നെ കുറച്ച് കട്ട ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുട്ടുപൊടി വരുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ പുട്ടുപൊടി പോലെ ആവും. എന്നിട്ട് അത് കൂട്ടിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാലുണ്ടല്ലോ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ചായയുടെ കടിയൊക്കെ ഞാൻ ചായ അടിക്കുകയാണ്. അപ്പോൾ പൊന്നു സ്കൂൾക്ക് പോകാൻ നിൽക്കുകയാണ്. അവൾക്ക് ഞാൻ ചായയുടെ കടി വാരിക്കൊടുത്ത് അങ്ങനെ അവളും ചായ അടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കൂടെ കൂടൂ.